എനിക്ക് ഒരു ദിവസം അധികാരം കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ വേരറക്കും. കേരള സമൂഹം വലിയ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും കേട്ട ഒരു ശബ്ദമായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല അവർ പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നിട്ട് പോലും കേരളത്തിലാകെ വലിയ രീതിയിലാണ് ഒരുപാട് സംഘടനകളെയും വ്യക്തികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പരിപാടി നടപ്പിലാക്കിയത്. അങ്ങനെ നടപ്പിലാക്കിയപ്പോൾ അത് ക്യാമ്പയിനായിരുന്നു. അപ്പോൾ അദ്ദേഹം പല വേദികളിലും പ്രഖ്യാപിച്ചിരുന്നു, എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ വേരറക്കും. ഇന്നിപ്പോൾ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയായി ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ഇന്നത്തെ മീറ്റിങ്ങിൽ, ഇന്ന് 10:30 രാവിലെ നടന്ന മീറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ലഹരി വേട്ട തീവ്രമാക്കുകയാണ്. ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞ് മറ്റൊരു പദ്ധതിയുണ്ട്. അതും അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ആഭ്യന്തരമന്ത്രിയായിരുന്നു കൊണ്ടുവന്നതാണ്. അതും തീവ്രമാക്കുമെന്ന് പറയുന്നു. അത് ഈ ബ്ലേഡ് പരിപാടി, കാശ് കൊടുപ്പുകാരും കൊള്ളപ്പലിശ അതിന് ഉള്ളതാണ്. അത് വേറൊരു വിഷയമാണ്. എന്നാലും ലഹരി പദാർത്ഥത്തിൻ്റെ വേരറക്കുമെന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. കാരണം ഞാൻ ഈ ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെടുത്തിയ നിരവധി ക്ലാസ്സുകളും ക്യാമ്പയിനുകളും നടത്താൻ മുൻകൈ കൊടുത്തിട്ടുള്ള ആളാണ്. കേരള കൗമുദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിരവധി സ്കൂളുകളിൽ പോയി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒരു സ്കൂളിൽ ചെല്ലപ്പോൾ ഒരു HM പറഞ്ഞത്, പ്രിൻസിപ്പാൾ പറഞ്ഞത്, +2 സ്കൂളിലെ പ്രിൻസിപ്പാൾ പറഞ്ഞത്, സാർ ഇപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ മുമ്പിലിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ, ആ കുട്ടി എന്നെ കണ്ടപ്പോൾ, ഓടുന്ന കണ്ടപ്പോൾ അടുത്ത് വിളിച്ച്, ഒരു പതുങ്ങുന്ന കണ്ട് വിളിച്ച് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ്റെ ഷൂവിനകത്ത് 8-10 പാക്കറ്റ് 5 ഗ്രാം 10 ഗ്രാമുള്ള ബ്രൗൺ ഷുഗർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ക്ലാസ്സിന് വിളിച്ചത് സാർ, വളരെ നന്നായി സാർ, അയാളെ കൊണ്ട് പ്രതിജ്ഞയൊക്കെ ചൊല്ലിച്ചതെന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞത്. അങ്ങനെ 100 കണക്കിന് കുട്ടികളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കറിയാതിരുന്ന എൻ്റെ ഒരു സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു തട്ടുകടയിൽ, ഇന്ന് അത് സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടുകട പോലുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഞാനൊരു അനുഭവം പറയാം. എൻ്റെ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു തട്ടുകടയിൽ ഇതുപോലെ ഈ പൊതി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പൊതി എന്നാണ് അതിന് പറയുന്നത്. അത് തലവേദനയ്ക്കെന്നും വയറുവേദനയ്ക്കെന്നൊക്കെ പറയുന്ന ഒരു പൊടിയാണത്. അന്ന് പൊടിയേ ഉള്ളൂ, ഇന്ന് മുട്ടായുടെ രൂപത്തിൽ കിട്ടും. ആ പൊടി എനിക്ക് പരിചയമുള്ള മറ്റൊരാൾ, എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ, എനിക്ക് വിദ്യാർത്ഥിയാണല്ലോ, അന്ന് എനിക്ക് മുട്ടായി വാങ്ങാൻ പൈസ തരികയും അതോടൊപ്പം ഈ പൊടി വാങ്ങി എല്ലാ ദിവസവും കൊണ്ട് കൊടുക്കാൻ പറ്റും. 2-3 ദിവസത്തിലൊരിക്കൽ ഈ പൊടി വാങ്ങി കൊടുക്കാൻ പറയും. ഞാൻ ചോദിക്കുമ്പോൾ പറയും ഇത് വയറുവേദനയ്ക്കുള്ളതാണ്, ഇത് തലവേദനയ്ക്കുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം പൊടി വാങ്ങി കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വയറുവേദനയ്ക്ക് ഞാനും കൂടെ കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അല്ലല്ല ഇത് വേറെ ആണ് പൊടി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നുകയും ഞാൻ പൊടി വാങ്ങിച്ചു കൊടുപ്പോൾ നിർത്തുകയും ചെയ്തത്. അങ്ങനെ എത്രയോ കാരിയർമാർ ബാംഗ്ലൂരിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ, ഇവിടെ നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്നവർ വരികയും പോവുകയും ചെയ്യുമ്പോൾ അവരുടെ ബാഗുകളിലൊക്കെ അവരറിഞ്ഞും അറിയാതെയും ഒക്കെ എന്തുമാത്രം സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. കർണാടകത്തിലും ഒറീസയിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിവിടെ വരുന്നുണ്ട്. അന്താരാഷ്ട്ര കണക്ഷൻസ് ഉണ്ട്. 5 ഗ്രാമോ 10 ഗ്രാമോ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട ആളിനെ ഇത് പിടിച്ചതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അയാൾ ബ്രൗൺ ഷുഗർ വെച്ച് ഇപ്പോൾ സിനിമാ നടന്മാരെ പിടിക്കുന്നു, ലഹരി പദാർത്ഥം വെച്ചു എന്ന് പറഞ്ഞ് പിടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ പ്രതിഭയുടെ മകനെ പിടിച്ചു. അങ്ങനെ 5 ഗ്രാം 10 ഗ്രാം വെച്ച് കയ്യിലിരിക്കുന്ന ഒരാളിനെ പിടിച്ചതുകൊണ്ടൊരു കാര്യമില്ല. വേരറക്കേണ്ടത് തായ് വേരാണ് അറക്കേണ്ടത്. അങ്ങനെ തായ് വേരറക്കാൻ പ്രധാനപ്പെട്ട സ്ഥലം കണ്ടെത്തി, സോഴ്സ് കണ്ടെത്തി, ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള ഒരു വേട്ട ഗ്രൂപ്പിന് രൂപം നൽകുമെന്നും അങ്ങനെ ചെയ്യുമെന്നുമുള്ള കൃത്യമായ ഒരു പ്രഖ്യാപനം രമേശ് ചെന്നിത്തല അവർ നടന്നിരിക്കുന്നു. ഒരു ബിഗ് സല്യൂട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. കാരണം സിഗരറ്റ് വലി ഇപ്പോൾ കേരളത്തിൽ അത്ര സീരിയസ് ആയിട്ടില്ല. അത് വലിയ പ്രചരണമൊക്കെ നടന്ന ആളുകൾ ഒഴിവാക്കി. മദ്യം കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, രഹസ്യമായും പരസ്യമായും കിട്ടുന്ന സാധനമാണ്, പെൺകുട്ടികൾക്ക് പോലും കിട്ടുന്നൊരു സാധനമാണ് ഈ മയക്കുമരുന്നിൻ്റെ വിവിധ രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ മുട്ടായികൾ അടക്കമുള്ള ക്യാപ്സൂളിൻ്റെ രൂപത്തിൽ, ഗുളികയുടെ രൂപത്തിൽ, ടാബ്ലറ്റിൻ്റെ രൂപത്തിൽ, മുട്ടായുടെ രൂപത്തിലൊക്കെ കിട്ടും. ഇതിനെതിരെയുള്ള വേട്ട വളരെ പ്രധാനമാണ്. ഇതിൽ എനിക്കൊരു നിർദ്ദേശം കൂടെ ഉള്ളത്, അത് ഞാൻ പൊതുജനങ്ങളുടെ സമക്ഷത്തിന് കൂടെ വയ്ക്കുകയാണ്. ഒരു സ്റ്റേറ്റ് ഗ്രീൻ കോർപ്സ് രൂപീകരിക്കണം. SGC സ്റ്റേറ്റ് ഗ്രീൻ കോർപ്സ്. അതിൻ്റെ നേതൃത്വത്തിൽ 5 വയസ്സ് മുതൽ, അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, +2 വരെയുള്ള കുട്ടികളെ ഇതിൻ്റെ പ്രചാരണ അംബാസഡർമാരായി മാറ്റണം. സ്റ്റേറ്റ് ഗ്രീൻ കോർപ്സിൻ്റെ അംബാസഡർമാർ അവരിതിൻ്റെ പ്രചരണം നടത്തട്ടെ. സ്കൂളുകളിൽ, കോളേജുകളിൽ, വീടുകളിൽ, തെരുവുകളിൽ വലിയ തോതിൽ അവർ കലാപരിപാടികളും വിവിധ രൂപത്തിലുള്ള മത്സരങ്ങളൊക്കെ നടത്തി അവർ വലിയ പ്രചരണം നടത്തട്ടെ. 18 മുതൽ 40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനുകളുമായി ടൈപ്പ് ചെയ്തിട്ട് 100 ഒരു ഒരു വാർഡിലൊരു 4 പേരെ, അപ്പോൾ 25,000 വാർഡുകളുണ്ട് എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 1,00,000 പേരെ നന്നായി പരിശീലിപ്പിച്ച് അവർക്ക് ബാഡ്ജും ഐഡൻറ്റി കാർഡ് കൊടുത്ത് അവരെ കൊണ്ട് വീടാന്തരം സകല സ്ഥലത്തും ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണം. ഒരു വാർഡിൽ 4 പേരെന്ന് പറഞ്ഞാൽ വലിയ നമ്പറല്ല. അപ്പോൾ 1,00,000 പേരെ നമുക്ക് സജ്ജമാക്കാൻ പറ്റും. ഇതൊരു ജാഗ്രതാ സമിതിയാണ്. ഇവർക്ക് ശമ്പളമൊന്നും കൊടുക്കണ്ട.
ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിന് സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ വരുമ്പോൾ ഒരു ഇൻസിഡന്റ് ഇൻസെന്റീവ് എന്നുള്ള നിലയിൽ ചെറിയൊരു തുക അത് കൊടുക്കാൻ പറ്റും, പോലീസിന് ചെയ്യാൻ പറ്റും. അങ്ങനെ പോലീസ് സ്റ്റേഷനുകളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടൊരു സ്റ്റേറ്റ് ഗ്രീൻ കോർപ്സ് ഉണ്ടാക്കി ക്ലീൻ കേരള എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇത് നടക്കണം. ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രഖ്യാപനം വളരെ നല്ലതാണ്. എക്സൈസ് വകുപ്പുമായി ചേർന്നുകൊണ്ടും പരിസ്ഥിതി വകുപ്പുമായി ചേർന്നുകൊണ്ടും കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കാനും ഇതുപോലത്തെ മയക്കുമരുന്നിനെതിരെയുമുള്ള വലിയൊരു സേന കേരളത്തിലുണ്ടാകട്ടെ. കേരളം കണ്ട ഏറ്റവും വലിയൊരു ജനകീയ പരിപാടിയായി ഇത് മാറട്ടെ. എല്ലാ വീട്ടമ്മമാരുടെയും ഒക്കെ പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ടാവും. കാരണം അവരാണിത് കാണുന്നത്. കുട്ടികൾ ഇത് ഉപയോഗിച്ചാൽ, കൂടുതൽ ഉപയോഗിച്ചാലും കുട്ടികൾക്ക് അസുഖം വരുന്നു, അവർക്ക് പ്രശ്നം വരുന്നു, മാനസിക പ്രശ്നം വരുന്നു. ഉപയോഗിച്ചില്ലെങ്കിലും, ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നം വരുന്നു. അത്ര പ്രശ്നമുള്ള ഒരു വസ്തുവാണിത്. എന്തായാലും വളരെ കൃത്യമാണ് ഇതിൻ്റെ എതിരെയുള്ള പോരാട്ടം, ലഹരിക്കെതിരെയുള്ള പോരാട്ടം വളരെ ശക്തമാക്കണം. കൂടെയുണ്ട് തീർച്ചയായിട്ടും. ഞാനിക്കൊക്കെ വലിയ സംഭാവന ഇതിനകത്ത് നൽകാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളിൽ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പ്രചരണ പരിപാടികളിലൊക്കെ ധാരാളം പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു മിഷൻ ആയി തന്നെ കേരളത്തിൽ 5 വർഷക്കാലം കൊണ്ട് സമ്പൂർണമായും ഒരു ലഹരി വിമുക്ത കേരളമാക്കി മാറട്ടെ. മദ്യനയം വരുന്നു. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ ഒരു മാറ്റം സമൂഹത്തിനുണ്ടാകും. അതാണ് പുതുയുഗ കേരളം, അല്ലെങ്കിൽ പുതിയ സാംസ്കാരിക കേരളം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കണം. കൗൺസിലിംഗ് ആവശ്യമുള്ളവരുണ്ട്. ഇത് ഇതിൻ്റെ വേരറക്കേണ്ടതുണ്ട്, റൂട്ട് പിടിക്കേണ്ടതുണ്ട്, തായ്വേരറുക്കേണ്ടതുണ്ട്, അവരെ പിടിക്കേണ്ടതുണ്ട്, സോഴ്സിൽ പിടിക്കേണ്ടതുണ്ട്. കട്ടറ്റ് സോഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സോഴ്സിൽ വെച്ച് ഇത് തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന പരിപാടി വരുമെന്ന് കേൾക്കുന്നത് മനോഹരമാണ്. അത് നടക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും.